ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു. ബംഗാൾ സർക്കാരിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയ ഈ സംഭവം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ചുള്ള വ്യാപകമായ ചർച്ചയ്ക്കും വഴിവെച്ചു. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ശക്തമായ ഇടപെടൽ നടത്തിയ സംഭവത്തിൽ കൊലപാതകം നടന്ന് 5 മാസത്തിന് ശേഷമാണ് വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9-നാണ് രാജ്യത്തെ ഞെട്ടിച്ച ക്രൂര കൊലപാതകം നടന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ 4-ാം നിലയിൽ വെച്ച് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറായ 31-കാരിയുടെ മൃതദേഹം പിറ്റേന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. ആന്തരികാവയവങ്ങൾക്ക് വരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. എന്നാൽ FIR രജിസ്റ്റർ ചെയ്യാൻ 14 മണിക്കൂർ വൈകിയതടക്കം പോലീസിന്റെ നടപടികളിൽ ആദ്യഘട്ടത്തിൽ തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന സഞ്ജയ് റോയ് പിറ്റേന്ന് തന്നെ കേസിൽ അറസ്റ്റിലായി. ചോദ്യം ചെയ്യലിൽ റോയ് കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ തീർത്തും അരക്ഷിതമായ അവസ്ഥയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ അവസ്ഥ രാജ്യവ്യാപകമായി ചർച്ചയായി. പ്രതിഷേധവുമായി എത്തിയ ആരോഗ്യ പ്രവർത്തകർക്ക് സമൂഹം പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിൽ മാധ്യമങ്ങൾ ഈ കേസിലെ അനധികൃത ഇടപെടലുകൾ പുറത്തുകൊണ്ടുവരാൻ തുടങ്ങുകയും ചെയ്തു. ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായിരുന്ന സന്ദീപ് ഘോഷിനെ സംരക്ഷിക്കാൻ ആദ്യം ശ്രമിച്ച സർക്കാർ പ്രതിഷേധം ശക്തമായതോടെ സർവീസിൽ നിന്ന് പുറത്താക്കി. പ്രതിഷേധം തണുപ്പിക്കാൻ ബംഗാൾ പോലീസ് അഴിമതി കേസെടുത്ത് അന്വേഷണം തുടങ്ങി. CBI പിന്നീട് സന്ദീപ് ഘോഷിനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തെങ്കിലും കൊലപാതക കേസിൽ പ്രതി ചേർത്തിട്ടില്ല. സർക്കാർ പ്രതിരോധത്തിലായതോടെ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പ്രതിഷേധവുമായി തെരുവിലെത്തി. ഇതിന് പിന്നാലെ ഡോക്ടർമാരെ അടക്കം ഒരു വിഭാഗം ആൾക്കാർ ആക്രമിച്ചതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നു. IMA അടക്കം സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതോടെ ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭിച്ചു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ നിർദ്ദേശിക്കാൻ കർമ്മസമിതിയെ നിയോഗിച്ചു. ആർജിക്കർ ആശുപത്രിയുടെ സുരക്ഷ CISF ഏറ്റെടുത്തു. ഡോക്ടർമാരുടെ സമരം അവസാനിപ്പിക്കാൻ നിരവധി തവണ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ചർച്ച നടത്തേണ്ടി വന്നു. അറസ്റ്റിലായ സഞ്ജയ് റോയ് മാത്രമാണ് പ്രതിയെന്ന നിഗമനത്തിലാണ് CBI എത്തിയത്. എന്നാൽ സഞ്ജയ് റോയ് മാത്രമല്ല കേസിൽ പ്രതിയെന്നും മറ്റുള്ളവർ ഇപ്പോഴും സ്വതന്ത്രരായി നടക്കുകയാണെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV.